സത്യത്തിൽ വളരെ അത്ഭുതകരമായൊരു പ്രതികരണമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കണ്ടത്. ഞങ്ങളവിടെ രാവിലെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആശമാർ അവിടേക്ക് തടിച്ചുകൂടി വരികയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ നിലപാട് അവിടെ ആദ്യം വ്യക്തമാക്കി. ആശാസമരത്തെ അപമാനിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് വോട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതിദാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. കാരണം അതാണ് അവരുടെ പ്രകടന പത്രിക. ഈ അപമാനിക്കലും ഈ അശ്ലീലം പറയലുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അവർക്ക് വോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊരു പ്രചരണമാണ് നടത്തിയത്. ഞങ്ങൾ വീടാന്തരം കടകളും സ്ഥാപനങ്ങളും എല്ലാം കയറി ഞങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു. ആ ആളുകൾ പറയുന്നത് നിങ്ങളുടെ സമരം അവസാനിപ്പിക്കരുത്, ഇവിടെ ഈ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവിത പ്രയാസങ്ങൾ ഞങ്ങളോട് പറയുകയാണ്. വ്യാപാര മേഖലയിലുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആകമാനം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കവിടെ നേരിട്ട് കാണാൻ പറയുന്നു. ആളുകൾ ഭയമില്ലാതെ സംസാരിക്കുന്നു. സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ അവർ ബുദ്ധിമുട്ടും, പക്ഷേ ഒരു ഭയവുമില്ലാതെ ഗവൺമെൻറ്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്.